അങ്കണവാടികളുടെ നവീകരണത്തിനു വേണ്ടി ഈ ബജറ്റിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ബിജെപിയുടെ സമരം പ്രഹസനമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി പഞ്ചായത്ത് ഭരിച്ചത് LDF ആണ്. നടുവിലങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന 75 നമ്പർ അങ്കണവാടിയുടെ ഗേറ്റ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനവും കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസ് അങ്കണവാടി കെട്ടിടത്തിന് മുകളിലേക്ക് മാറ്റിയതും LDF ഭരണസമിതിയാണ്. LDFിനെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം 5 മാസം മുന്നേ അധികാരത്തിൽ വന്ന UDF ഭരണസമിതിയുടെ പഴി ചാരുവാനാണ് BJPയുടെ ശ്രമം. LDF ഭരണസമിതിയുടെ വീഴ്ചയാണ് അങ്കണവാടിയുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം. പദ്ധതികൾക്ക് DPR അംഗീകാരം വരുന്ന ജൂലൈ 15-ന് ശേഷമാണ് ലഭിക്കുക. ഇതിനുശേഷമാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂവെന്നും പ്രതിഷേധങ്ങൾക്ക് കാരണം CPM-ഉം BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും സ്വപ്ന രാമചന്ദ്രൻ ആരോപിച്ചു. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് അംഗൻവാടി നവീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും DPC അംഗീകാരം കിട്ടുന്നത് അടുത്ത ജൂലൈ 15-ന് ശേഷം DPC അംഗീകാരം കിട്ടുള്ളൂ. എല്ലാ പദ്ധതികളും തയ്യാറാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നടുവിലങ്ങാടി അംഗൻവാടിക്ക് ഗേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP ഇന്ന് നടത്തിയ സമരം CPM-ഉം BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് നടന്ന സമരമാണ്. 10 വർഷമായിട്ട് CPM ഭരിച്ചിരുന്ന ഈ പഞ്ചായത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഗേറ്റ് ഇപ്പോഴും ഗേറ്റ് ഇല്ലാതെ കിടക്കുന്നത് 10 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ ഈ CPM-ന് സാധിച്ചിട്ടില്ല. രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പ് മാത്രമാണ്. പഞ്ചായത്ത് ഈ വർഷം അംഗൻവാടി നവീകരണത്തിനായിട്ട് 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇവിടെ തയ്യൂർ ആലുക്കൽ പാലം പൊട്ടിക്കിടക്കുമ്പോൾ AC മൊയ്തീനെതിരെ സമരം ചെയ്യാതെ പഞ്ചായത്തിന് മുമ്പിൽ വന്ന് ഈ പ്രഹസനം നടത്തുന്നത് CPM-ഉം BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ഇന്നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ സാധാരണക്കാർക്കും മനസ്സിലാകുന്നതാണ്. ഇത് ഒരു പ്രഹസന സമരം മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്.